അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്ര വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു മഴ നനഞ്ഞു. അത് കാരണം ജലദോഷമുണ്ട്, അതാണ് മാസ്ക് ധരിക്കുന്നത്. ഇതാണ് ചാങ്കൂർ മഹാദേവ ക്ഷേത്രം. KP റോഡിൻ്റെ, അതായത് കായംകുളം പുനലൂർ റോഡിൻ്റെ വശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചാങ്കൂർ മഹാദേവ ക്ഷേത്രം. അടൂരിൽ നിന്നും പത്രാപുരം വരുന്ന വഴിക്ക് മരുതിമൂട് ചർച്ച് കഴിഞ്ഞ് ഇളമണ്ണൂർ ജംഗ്ഷൻ കഴിഞ്ഞ് എത്തുന്നതാണ് ചാങ്കൂർ. ചാങ്കൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇടത് സൈഡിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും പത്തനാപുരത്തേക്ക് ഇനി ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ല വലിപ്പമേറിയ ഒരു ആനക്കൊട്ടിൽ ആണ് ചാങ്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ളത്. ആനക്കൊട്ടിലെ തൂണുകളിലെല്ലാം വളരെ മനോഹരമായ ശില്പങ്ങൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. വളരെ വിസ്തൃതിയേറിയ ചുറ്റമ്പലമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിൻ്റെ കൊടിമരം ചെമ്പ് മേഞ്ഞതാണ്. ക്ഷേത്രത്തിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിനെ 5:30 നട തുറന്ന് രാവിലെ 10:30 നട അടയ്ക്കും. പിന്നീട് വൈകിട്ട് 5:30 നട തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കും. ഇതാണ് ചാങ്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഇവിടെ കൊടിമരത്തിനോടടുത്ത് ഒരു കൽവിളക്ക് കാണാം. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കാണുന്ന ഈ കൽവിളക്കിന് നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗങ്ങളിലെല്ലാം പലതരം ചെടികളാൽ വളരെ മനോഹരമായി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള നടപ്പാത കല്ലുകൾ പാകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നടപ്പാതയുടെ ഇരുവശങ്ങളും പച്ച പരവതാനി വിരിച്ച പോലെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ കവാടം. ഇത് നമ്മുടെ കായംകുളം പുനലൂർ റോഡ് KP റോഡിനോട് ചേർന്ന് തന്നെയാണ് തെക്കേ കവാടമുള്ളത്. ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് പഴമക്കാർ പറയപ്പെടുന്നത് ഇപ്രകാരമാണ്. ഏകദേശം 150-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്ത് 3 സൈഡും വയലുകളും തെക്ക് ഭാഗത്തായി ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന KP റോഡും തെക്ക് വടക്ക് മലവെള്ളം ഒഴുകി വരുന്ന ഒരു നീർച്ചാലും, ഈ നീർച്ചാല് ഒഴുകിച്ചേരുന്നത് കേരളത്തിൽ അപൂർവമായി കാണാറുള്ള പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഒരു തോട്ടിലേക്കാണ്. ഈ കാണുന്നതാണ് കായംകുളം പുനലൂർ റോഡ്. ഇവിടെ നിന്നും ഇടത്തോട്ട് പുനലൂർ പത്തനാപുരം ഭാഗത്തേക്കും ഇവിടെ നിന്ന് വലത്തോട്ട് അടൂർ കായംകുളം ഭാഗത്തേക്കുമാണ് പോകുന്നത്. ചുറ്റമ്പലത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഈ കാണുന്നതാണ് 173-ാം നമ്പർ SNDP ഗുരുമന്ദിരം. ഈ ക്ഷേത്രത്തിൽ 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദേവപ്രശ്നം നടത്തുകയുണ്ടായി. ആ ദേവപ്രശ്നത്തിൽ ശ്രീ മഹാഗുരുദേവന് നിത്യവിളക്കും ദീപാരാധനയും ഉണ്ടാകണമെന്ന് പറയുകയും അതിൻ പ്രകാരം ഭക്തജനങ്ങൾ മഹാദേവൻ്റെ ഉപദേവനായി ശ്രീ ഗുരുദേവനെ കാണുന്നു. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഈ കാണുന്നതാണ് യോഗീശ്വരൻ്റെയും രക്ഷസിൻ്റെയും നടകൾ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. ഇവിടം പണ്ട് വയലുകൾക്ക് നടുവിൽപ്പെട്ട കാഞ്ഞിര മരങ്ങളാലും ചൂരൽ വള്ളികളും പനയും നിറഞ്ഞ കാടിൻ്റെ പ്രതീതി തോന്നുന്ന കാവായിരുന്നു എന്ന് പഴമക്കാർ പറയപ്പെടുന്നു. ഈ കാവിൽ വലിയ വലുപ്പത്തിലുള്ള ഒരു കൽവിളക്കുണ്ടായിരുന്നു എന്നും ഈ കൽവിളക്കിൽ നിത്യേന വിളക്ക് കത്തിക്കുന്നത് കുറവ സമുദായത്തിൽപ്പെട്ട ഊരാളിമാർ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ വർഷത്തിൽ മകരമാസ ഉച്ചാര നാളിൽ ഈ ആളുകൾ പരിസര പ്രദേശങ്ങളിൽ നിന്നും കൂട്ടമായി ഇവിടെ എത്തുകയും ഉച്ചാര ദിവസം മലമൂർത്തി സങ്കല്പത്തിൽ ഇവിടെ ഉത്സവം നടത്തിയിരുന്നതായും പറയപ്പെടുന്നു. അങ്ങനെ ഒരു ഉത്സവ നാളിൽ ഏതോ ഒരു ചൈതന്യം മിന്നിമറയുന്നതായി മല ഊരാളിക്ക് അനുഭവപ്പെടുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം ഇവിടെ ദേവചൈതന്യമുണ്ടെന്ന് തിരിച്ചറിയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലത്തെ ആറ്റുവാശ്ശേരി ഇല്ലത്തെ ആറ്റുവാശ്ശേരി തന്ത്രിയെ കൊണ്ടുവരികയും പ്രശ്നവശാൽ ദേവചൈതന്യമുണ്ടെന്ന് പറയുകയും അങ്ങനെ കാടിളക്കി നടത്തിയ പരിശോധനയിൽ ഇന്നത്തെ മൂർത്തി സങ്കല്പത്തിൽ കാണുന്ന കല്ല് കണ്ടെത്തുകയും പിൽക്കാലത്ത് അത് മൂർത്തി ക്ഷേത്രമായി ചാങ്കൂർ മൂർത്തി എന്ന പേരിൽ അറിയപ്പെടുകയും നിത്യം വിളക്ക് വെപ്പും പൂജയും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇവിടെ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തെക്ക് പടിഞ്ഞാറ് മാറി സ്കിന്നർപുരം എസ്റ്റേറ്റിനോട് ചേർന്ന് 1000ഓളം വർഷങ്ങൾ പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ കിഴക്ക് തെക്ക് മാറി പടയോട്ട കാലങ്ങൾക്ക് മുൻപേ ഉള്ളതായി പറയുന്ന കൊച്ചുവിളക്കാവും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ചാങ്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. പിൽക്കാലത്ത് കൊച്ചുവിളക്കാവിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും നടത്തിയ ദേവപ്രശ്നത്തിൽ ചാങ്കൂർ ദേശത്തിൻ്റെ അധിപനായി മൂർത്തി സങ്കല്പമുള്ള സ്ഥലത്ത് മഹാദേവ ചൈതന്യമുണ്ടെന്ന് പറയുകയും അപ്രകാരം മഹാദേവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കുകയും ഇപ്പോൾ ഈ കാണുന്ന ക്ഷേത്രത്തിന് മുൻപേ ഇവിടെ വയലുകൾക്ക് നടുവിൽ
മരത്തടി ഉപയോഗിച്ച് ഒരു ചെറിയ ക്ഷേത്രം പണിതു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇന്നും മഹാദേവന് തുല്യമായി തന്നെ മൂർത്തിക്കും പ്രാധാന്യം കൊടുത്ത് പൂജകളും വഴിപാടുകളും നടത്തിവരുന്നു. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദേവപ്രശ്നത്തിൽ മഹാദേവൻ്റെ വലതുഭാഗത്ത് മഹാഗണപതി ഉപദേവനായും ഇടതുഭാഗത്തായി ദേവിയും ദേവിയുടെ തിരുമുമ്പിൽ ഭദ്രകാളിയുടെ ചൈതന്യമുണ്ടെന്ന് കാണുകയും അതിൻ പ്രകാരം ഭദ്രകാളി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇതാണ് ചാങ്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനക്കൊട്ടിൽ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ വളരെ ഭംഗിയായി മനോഹരമായി ഈ ആനക്കൊട്ടിലെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഭഗവാന്റെ അവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാരങ്ങളുടെ രൂപങ്ങൾ വളരെ മനോഹരമായി ആനക്കൊട്ടിലെ ഓരോ തൂണുകളിലും മനോഹരമായ ശില്പങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചാങ്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ സ്ഥലം തെങ്ങമം. ഓക്കെ, അറിയാം, അനൂപ് അറിയാം. ഇതാണ് നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ഗണേഷ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.